മോദി 3.0 മന്ത്രിസഭയുടെ പുനഃസംഘടനയും ബിജെപിയുടെ ദേശീയ ഭാരവാഹി നിരയുടെ പുനഃക്രമീകരണവും ഒരുമിച്ച് നടത്താൻ പാർട്ടി കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നു. പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെയാണ് ഭരണസംഘടനാ സംവിധാനങ്ങൾ ഒരേ സമയം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ഡൽഹിയിൽ സജീവമായിരിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവർ കഴിഞ്ഞ ദിവസം 3 മണിക്കൂറിലധികം നീണ്ട നിർണായക ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയത് മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. 45-കാരനായ നിതിൻ നബീൻ ബിജെപി ദേശീയ അധ്യക്ഷനായ സാഹചര്യത്തിൽ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയ പദവികളിലേക്ക് കൂടുതൽ യുവാക്കളെ കൊണ്ടുവന്നേക്കും. നിലവിലെ ചില പ്രമുഖ കേന്ദ്രമന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടിയുടെ സംഘടനാ ചുമതലകളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചതും പുതിയ മാറ്റങ്ങളുടെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ധനം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന മന്ത്രിമാരുടെ ചുമതലകളിൽ മാറ്റമുണ്ടായേക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുതുക്കിപ്പണിയാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മോദി സർക്കാരിൽ കൂടുതൽ പ്രാധാന്യവും വലിയ പങ്കാളിത്തവും ലഭിച്ചേക്കും. ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പശ്ചിമബംഗാളിൽ നിന്നുള്ള ചില എംപിമാരെ കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ആലോചനയുണ്ട്. ബിജെപിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനായ 45-കാരൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ പാർട്ടി ഭാരവാഹികളുടെ ശരാശരി പ്രായം 55-ൽ താഴെയായി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം മില്ലേനിയൻ തലമുറയിൽപ്പെട്ട യുവമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മിശ്രിത ഘടനയാണ് പുതിയ ദേശീയ സമിതിക്കായി അണിയറയിൽ ഒരുങ്ങുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്കും ജാതിവിഭാഗങ്ങൾക്കും കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൌണ്ടന്റ് പശ്ചാത്തലമുള്ള നിലവിലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അല്ലെങ്കിൽ മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് എന്നിവരിൽ ആരെങ്കിലും പുതിയ ധനമന്ത്രിയായേക്കുമെന്ന് സൂചനകളുണ്ട്. നിലവിലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉപപ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. മോദിക്ക് ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് RSSൽ ഒരു ഭാഗം ശക്തമായി താൽപര്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഭരണഘടനാപരമായി ഉപപ്രധാനമന്ത്രി പദത്തിന് കാര്യമായ പ്രസക്തിയില്ലെങ്കിലും രണ്ടാമൻ പദവി ഔദ്യോഗികമായി അരക്കിട്ടുറപ്പിക്കാൻ ഈ നീക്കം അമിത്ഷായെ സഹായിക്കും. 2002 മുതൽ 2004 വരെ LK അദ്വാനി ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിരുന്നു. വിവാദങ്ങളിൽ ഉൾപ്പെട്ട ചില കേന്ദ്രമന്ത്രിമാർക്ക് വകുപ്പ് നഷ്ടപ്പെടാനോ മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോകാനോ സാധ്യതയുണ്ട്. ചില കേന്ദ്രമന്ത്രിമാരെ ഭരണപരമായ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി പൂർണ്ണമായും പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്താൻ നിയോഗിക്കും. ഡൽഹി BJP അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഹർഷ് മൽഹോത്ര, ഉത്തർപ്രദേശ് BJP അധ്യക്ഷനായ പങ്കജ് ചൌധരി എന്നിവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി തങ്ങളുടെ കേന്ദ്രമന്ത്രി പദവികൾ ഒഴിഞ്ഞേക്കും. NDA സഖ്യകക്ഷികളായ നിതീഷ് കുമാർ, രാഘവ് ചന്ദ, ശ്രീകാന്ത് ഷിൻഡെ തുടങ്ങിയ പ്രമുഖ നേതാക്കളെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതായി രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾക്ക് വലിയ പങ്കാളിത്തം നൽകി വരാനിരിക്കുന്ന പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ സജ്ജമാക്കുകയാണ് ഈ വലിയ അഴിച്ചുപണിയിലൂടെ നരേന്ദ്രമോദിയും BJP നേതൃത്വവും ലക്ഷ്യമിടുന്നത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് തൊട്ടു മുൻപ് തന്നെ ഈ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള തിരക്കുകൾ കാരണം ഈ പുനഃസംഘടന സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലേക്ക് നീണ്ടുപോയേക്കുമെന്ന സൂചനകളും ചില കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഉത്തർപ്രദേശും പഞ്ചാബും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ അമിത്ഷായുടെ അനുയായികൾക്ക് നിർണായക സ്ഥാനം ലഭിച്ചേക്കും. നീറ്റ് ക്രമക്കേടിൽ പ്രതിക്കൂട്ടിലായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, എപ്സ്റ്റീൻ ഫയൽസിൽ കുടുങ്ങിയ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരെ ഒഴിവാക്കണമോ എന്ന ചർച്ച BJPയിൽ സജീവമാണ്. പുരിയെ മാറ്റുന്നതിൽ ഏകദേശ തീരുമാനമായതായി BJP വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.